മെസ്സി അടക്കമുള്ള താരങ്ങളുമായി അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒടുവിൽ സാക്ഷാൽ മിശിഹ കേരളത്തിലേക്ക് പന്തു തട്ടാൻ വരുന്നു എന്നുള്ള വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഒക്ടോബറിൽ ടീം കേരളത്തിൽ പ്രദർശന മത്സരം കളിക്കുമെന്ന് സ്പോൺസർമാരായ HSBC അറിയിച്ചിരിക്കുന്നു. വി സോണൽ കൃഷിയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാനായിട്ടുള്ള. സോണൽ, വലിയൊരു ഹാപ്പി മൊമെന്റ് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. മന്ത്രി ഒരു തവണ പറഞ്ഞു, അത് വെറുതെ പറഞ്ഞു, പിന്നീട് പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കുറെ മാറ്റങ്ങൾ നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ആകാംക്ഷയ്ക്കൊക്കെ സംശയങ്ങൾക്കൊക്കെ വിരാമമായിരിക്കുകയാണ് സോണൽ. അങ്ങനെ ടീം കേരളത്തിലേക്ക് എത്തുകയാണ്. എപ്പോൾ വരും? അക്ഷയ, ജയലക്ഷ്മി, തീർച്ചയായിട്ടും കായിക ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ നിമിഷം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതായത് ഇന്ന് നമുക്കറിയാം 2026 നടക്കാൻ പോകുന്ന ലോകകപ്പിലേക്കുള്ള യോഗ്യത സ്വന്തമാക്കിയിരിക്കുകയാണ് അർജന്റീന. അതിന് പിന്നാലെ, ആ സന്തോഷത്തിന് പിന്നാലെയാണിതാ ഇപ്പോൾ മെസ്സിയും ടീമും കേരളത്തിലേക്ക് പന്ത് തട്ടാൻ വേണ്ടി എത്തും എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത്. സ്പോൺസർമാരിൽ, അതായത് അർജന്റീന ടീമിന്റെ സ്പോൺസർമാരിൽ ഒരാളായിട്ടുള്ള HSBC ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കായിക മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാകാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവരിലും വന്നിട്ടുണ്ട്. ആ വേദി, അതായത് മെസ്സിയും ടീമും വന്ന് പന്ത് തട്ടാൻ പോകുന്ന വേദി കൊച്ചുകൂടി ആവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് മലയാളികൾക്കുള്ളത്. മെസ്സിയെ സംബന്ധിച്ച്, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് 2ാം തവണയാണ് മെസ്സിയും ടീമും കേരളത്തിലേക്ക് എത്തുന്നത്. 14 വർഷം മുമ്പ്, അതായത് 2011 മെസ്സി ആദ്യമായി കേരളത്തിലെത്തുന്നത്. അന്ന് കൊൽക്കത്തയിൽ വെനിസ്വലയ്ക്കെതിരെ മത്സരം, അതായത് പ്രവേശന മത്സരം കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ടീം എത്തിയതെങ്കിൽ ഇപ്പോൾ പ്രദർശന മത്സരത്തിനായിട്ടാണ് വീണ്ടും ഈ വരുന്ന ഒക്ടോബറിലേക്ക് മിശിഹയും ടീമും കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ള സന്തോഷമാണ്. ആ സന്തോഷത്തിലാണ് കായിക പ്രേമികളും കാൽപന്തിനെ സ്നേഹിക്കുന്ന മലയാളികളും എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ട സാഹചര്യം വരും. എന്തായാലും ഈ ഒക്ടോബറിൽ ടീം കേരളത്തിലെത്തുമെന്ന് കായിക മന്ത്രി കഴിഞ്ഞിടെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് 2 മത്സരങ്ങൾ കേരളത്തിൽ കളിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത്. അതുകൂടാതെ മെസ്സി ഒരു പൊതുപരിപാടിയിൽ കൂടി പങ്കെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. അതൊക്കെ സാധ്യമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അന്നൊക്കെ. നമ്മുടെ മണ്ണെന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് ഫുട്ബോളിനോട് കാൽപന്ത് കളിയെ അത്രമാത്രം വൈകാരികമായി നോക്കൂ. നമ്മൾക്ക് ഇന്ത്യക്ക് പോലും ഇതുവരെ ഒരു സാധ്യത, നമ്മുടെ ഒരു സാന്നിധ്യം അറിയിക്കാൻ പറ്റാത്തതാണ് ലോകകപ്പൊക്കെ, ഫിഫ വേൾഡ് കപ്പൊക്കെ. എങ്കിൽ പോലും അത് അത്രമാത്രം ഇരുന്ന് കാണുന്ന ലോകത്ത് ഒരുപക്ഷെ വേറെ എവിടെ ഉണ്ടാകും ഇത്രമാത്രം ഫുട്ബോളിനെ, കാൽപന്തിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. നമുക്ക് ഈ നിമിഷം ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുമോ? സാക്ഷാൽ മെസ്സി കളിക്കുമോ കേരളത്തിൽ? തീർച്ചയായിട്ടും നിലവിൽ ഈ സ്പോൺസർമാരുടെ HSBC ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ടീം കേരളത്തിലെത്തും, മെസ്സിയും പടയും കേരളത്തിൽ പന്ത് തട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം കായിക പ്രേമികളെ സംബന്ധിച്ച് അതൊരു അവിശ്വസനീയ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുമോ എന്നുള്ളൊരു ആശങ്ക ആദ്യഘട്ടത്തിലൊക്കെ മന്ത്രിയുടെ പ്രസ്താവന വന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനോട് കൂടുതൽ അടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടി വരും. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറ്റുനോക്കേണ്ടത്. എന്തായാലും മെസ്സിയും പടയും കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആരാധകരെ താങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സ്റ്റേഡിയം ഉണ്ടാകുമോ എന്നുള്ളതായിരിക്കും മറ്റൊരു വിഷയം. എന്തായാലും അത്രത്തോളം ആളുകൾ കേരളത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഈ പറഞ്ഞ പോലെ ധാരാളം ആളുകളാണ്, ആരാധകരുടെ ഒരു വലിയ ഒഴുക്കായിരിക്കും അന്ന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തേണ്ടതുണ്ട്, കൃത്യമായ ഏകോപനം അതിലുണ്ടാകേണ്ടതുണ്ട്. ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഏറെ പണിപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയാണിപ്പോൾ, അല്ലെ? തീർച്ചയായിട്ടും പ്രാഥമികമായിട്ടുള്ള ഒരു വിവരമാണ് ഈ വന്നിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ട് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിലേക്ക് എത്തും, ഒക്ടോബറിൽ മെസ്സിയും ടീമും കേരളത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ആദ്യ സൂചനകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നത്. എന്നാലും മറ്റ് ചില സാങ്കേതിക കാര്യങ്ങളിൽ കൂടി ഇനിയൊരു ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും കായിക ലോകത്ത് ഇക്കാര്യം ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അർജന്റീന ടീം ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിലേക്ക് മെസ്സിയും ടീമും എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തുമ്പോൾ ഇരട്ടി മധുരം എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. എന്തായാലും കേരളത്തിലെ ചെറിയ കളിക്കളങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ഇതിനോടകം തന്നെ ഈ വാർത്ത ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ കാത്തിരിപ്പിന്റെ ആ ഒരു നിമിഷത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു, ആ ഒരു ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ട ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അക്ഷയ, എന്തായാലും മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഒരു പ്രതികരണ വിഷയത്തിൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് മാറി, വെറുതെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വിമർശനവും കുറ്റങ്ങളൊക്കെ അദ്ദേഹത്തിന് മേൽ ചാർത്തി കൊടുത്തൊരു സമയമുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറുകയാണ്. എന്തായാലും തിരക്കുണ്ടാവുകയോ ഏത് ജില്ലയിലാണ് മെസ്സി എത്തുകയെന്നോ കളിക്കുകയെന്നോ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന മുഹൂർത്തത്തിലേക്ക് കേരളത്തിലുള്ള
കാൽപന്ത് കളി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആ സ്വപ്ന മുഹൂർത്തം അത് നടക്കുമെന്നുള്ള ഉറപ്പ് കിട്ടുകയാണ്.